SITന്റെ എല്ലാ ടീമും അവിടെ പോയി ഏകദേശം അവിടുത്തെ ആളുകളുടെ കണക്ക് പ്രകാരം 9ഓളം മനുഷ്യരുടെ മൃതദേഹം 9ഓളം സ്ഥലത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കർണാടക ധർമ്മസ്ഥലയിൽ നിന്ന് ആശ്വാസത്തിന്റെ വാക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമ്മുടെ ലോറി ഉടമ മനാഫിനെ സമാധാനിക്കാം എന്നാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. കാരണം ഏതാനും ദിവസങ്ങളായി സംശയത്തിന്റെ നിഴലിലായിരുന്നു നമ്മുടെ മനാഫ്. അദ്ദേഹം ധർമ്മസ്ഥലയിൽ കൂട്ടക്കുരുതി നടന്നു എന്നതിന് തന്റെ കയ്യിൽ തെളിവുകളുണ്ട് എന്ന രീതിയിലായിരുന്നു ഇതുവരെയുള്ള വാർത്താ സമ്മേളനങ്ങളും അദ്ദേഹത്തിന്റെ പ്രവർത്തനവും എല്ലാം തന്നെ. എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അതെല്ലാം അന്വർത്ഥമാക്കുന്ന തെളിവുകൾ അദ്ദേഹത്തിന്റെ പക്കൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം എല്ലാവർക്കും ഉടലെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനിപ്പോൾ സമാധാനപരമായ ഒരു പര്യവസാനത്തിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം നമ്മുടെ കർണാടകത്തിലെ SITയുടെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ പ്രണബ് മൊഹന്തി നമ്മുടെ കർണാടക ധർമ്മസ്ഥലയിൽപ്പെട്ട ബംഗളാഗുഡ എന്ന് പറയുന്ന വനമേഖല സന്ദർശിക്കുകയും അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അവിടെ വലിയ രീതിയിലുള്ള ഒരു തെരച്ചിലാണ് നടത്തിയത് എന്നുള്ളതാണ്. അതിൻ്റെ അവസാനമായിട്ട് 9 പേരുടെ മൃതശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ, അതും സ്ത്രീകളുടെയും കുട്ടികളുടെയും അടങ്ങുന്ന മൃതശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇന്ന് കർണാടകയിൽ നിന്ന് ധർമ്മസ്ഥലയിൽ നിന്ന് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിരിക്കുന്നു എന്നുള്ള ആശ്വാസകരമായ ഒരു വാർത്ത. തികച്ചും ഇത് മനാഫിനെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ്. കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അദ്ദേഹം സംശയത്തിന്റെ നിഴലിൽ തന്നെയായിരുന്നു എന്ന് വേണം പറയാൻ. പോലീസും അതുപോലെ തന്നെ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളും എല്ലാം അദ്ദേഹത്തെ വേട്ടയാടുന്നുണ്ടോ എന്ന് തോന്നിപ്പിക്കും വിധം എല്ലാ പ്രവർത്തനങ്ങളും സജ്ജീകരണങ്ങളും എല്ലാം അദ്ദേഹത്തിന്റെ പുറകെയായിരുന്നു. എന്നാൽ അതിനൊരു പര്യവസാനത്തിലേക്ക് പോവുകയാണ്. അദ്ദേഹം പറഞ്ഞത് 100% ശരിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള അസ്ഥിക്കൂടങ്ങളും അതിന്റെ അവശിഷ്ടങ്ങളും ഇന്ന് കർണാടക ധർമ്മസ്ഥലയിൽ നിന്ന് ബംഗളാഗുഡ എന്ന് പറയുന്ന 13 ഏക്കർ വരുന്ന ആ വനമേഖലയിൽ നിന്ന് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ആശ്വാസകരമായ വാർത്ത ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മുടെ ലോറി ഉടമ മനാഫ് എന്താണ് പറയുന്നത് നമുക്ക് അതൊന്ന് കേൾക്കാം. തലയോട്ടി ഈ ശുചീകരണ തൊഴിലാളിക്ക് കൊടുക്കുന്നത് വിറ്റൽ ഗൗഡാണ്. വിറ്റൽ ഗൗഡ ആ സ്ഥലം എവിടുന്നാണ് തലയോട്ടി എടുത്തതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബംഗ്ലഗുഡ എന്ന് പറഞ്ഞിട്ടുള്ള ആ കുന്നുമ്മൽ പോയത്. അവിടെ പോയപ്പോൾ അവിടെ ഒരുപാട് മറ്റു സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ചിന്നി കിടക്കുന്ന മൃതശരീരങ്ങളുടെ അസ്ഥികൂടങ്ങൾ കണ്ടെത്തി. അത് കഴിഞ്ഞ് അതൊക്കെ എടുത്തു കൊണ്ടുവന്ന് ഇപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്താ പറഞ്ഞാൽ ഇനിയും കൂടുതൽ സാധനങ്ങൾ അവിടെ ഉണ്ട് എന്ന് വിറ്റൽ ഗൗഡ പറഞ്ഞ് അത് പ്രകാരം SITന്റെ ഏറ്റവും വലിയ തലപ്പത്തുള്ള പ്രണബ് മൊഹന്തി ആ കഴിഞ്ഞ ഞായറാഴ്ച സ്ഥലം സന്ദർശിച്ച് അതിനുശേഷം ആ സ്ഥലം സന്ദർശിച്ച് അദ്ദേഹത്തിന് അത് ബോധ്യമായ സ്ഥിതിക്ക് നേരെ കർണാടക മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ച് ഇന്ന് അതെന്തായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SITന്റെ എല്ലാ ടീമും അവിടെ പോയി ഏകദേശം അവിടുത്തെ ആളുകളുടെ കണക്ക് പ്രകാരം 9ഓളം മനുഷ്യരുടെ മൃതദേഹം 9ഓളം സ്ഥലത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. അതിൽ കുട്ടിയുടെ മൃതദേഹമുണ്ട്, ചെറിയ കുട്ടീൻ്റെ. അതേമാതിരി തന്നെ സാരി ഉടുത്ത സ്ത്രീകളുടെ മൃതദേഹവും കിട്ടിയിട്ടുണ്ട്. അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെരച്ചിൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് തുടരുകയാണ്. ഇത് ഏകദേശം ഒരു 13 ഏക്കർ സ്ഥലമാണ്. ഈ 13 ഏക്കർ മൊത്തം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ റിസർവ് ഫോറസ്റ്റ് ഏരിയ ആണ്. ഇനി ഈ മൃതദേഹങ്ങളെല്ലാം ഉള്ളത് മണ്ണിൻ്റെ മേലെയാണ് ഉള്ളത്. അതിനുള്ള ഒരു കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശുചീകരണ തൊഴിലാളികൾ മുന്നേ പറഞ്ഞിരുന്നു അവർക്ക് ഈ ഒരു ഇൻഫർമേഷൻ കൗണ്ടറിൽ നിന്ന് കിട്ടുക ഒരു മൃതദേഹം കുഴിച്ചിട്ട് 50 രൂപ. അപ്പോൾ ഇവരെന്താക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിൽ പോയിട്ട് അവിടെ അലക്ഷ്യമായിട്ട് അവിടെ ഇട്ട് പോരലാണ് ഇത്. അപ്പോൾ മനാഫ് പറഞ്ഞ നിങ്ങൾ കേട്ട് കാണും. വളരെ ആശ്വാസകരമായ വാർത്ത തന്നെയാണ് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതുപോലെ ഈ പ്രണബ് മൊഹന്തി എന്ന് പറയുന്ന വ്യക്തിയുടെ സന്ദർശനം നടത്തിയതിനു ശേഷം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം കർണാടക മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ SITയോട് അവിടെ പോയിട്ട് തിരച്ചിൽ നടത്താൻ ആവശ്യപ്പെടുകയും SITയുടെ മുതിർന്ന ഉദ്യോഗസ്ഥനടങ്ങുന്ന വലിയ ഒരു സംഘം തന്നെ 13 ഏക്കർ സ്ഥലം വരുന്ന ഈ ബംഗളാഗുഡ എന്ന് പറയുന്ന വനമേഖല അരിച്ചു പെറുക്കുകയാണ് ഉണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഏകദേശം 9 പേരുടെ മൃതശരീരങ്ങൾ അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് കണ്ടെത്താൻ വേണ്ടി സാധിച്ചു എന്നുള്ള ഒരു വാർത്ത പുറത്തു വരികയാണ്. ഇതുവരെ ശുചീകരണ തൊഴിലാളി തലയോട്ടി കണ്ടതുമായി ബന്ധപ്പെട്ട തെളിവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് പോയിരുന്നു എങ്കിലും എന്നാൽ അദ്ദേഹമല്ല യഥാർത്ഥത്തിൽ വിദ്ദൽ ഗൗഡ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ആ തലയോട്ടി കണ്ടെത്തിയത് എന്നാണ് SIT സംഘം കണ്ടെത്തിയത്. അദ്ദേഹത്തിനെയും ഒപ്പരം കൂട്ടിയാണ് ഇന്ന് തെരച്ചിൽ നടത്തിയത്. അദ്ദേഹം മാർക്ക് ചെയ്ത 5 സ്ഥലങ്ങളിലായിരുന്നു പ്രധാനമായിട്ടുള്ള പരിശോധനകളെല്ലാം തന്നെ അവിടെ നടന്നത്. ആ 5 സ്ഥലങ്ങളിൽ നിന്ന് തന്നെ ഏകദേശം സാരി ഉടുത്ത സ്ത്രീകളെ അടക്കം
പെൺകുട്ടികളുടെ അടക്കം അസ്ഥിക്കൂടങ്ങൾ അവിടെ നിന്ന് കണ്ടെത്താൻ വേണ്ടി സാധിച്ചു എന്നുള്ള ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ്. അത് ആദ്യമായിട്ട് നമ്മളോട് പങ്കുവെക്കുന്നത് നമ്മുടെ ലോറി ഉടമ മനാഫ് തന്നെയാണ്. അദ്ദേഹം ഈ ഒരു വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ ഒരുപാട് രീതിയിലുള്ള ആക്ഷേപങ്ങളും അതുപോലെ തന്നെ വിമർശനങ്ങളും അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങൾക്കുള്ള ഭീഷണികളും എല്ലാം തന്നെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹം സുരക്ഷയ്ക്ക് വേണ്ടി പോലീസിൻ്റെ സഹായം വരെ തേടുന്നത് നമ്മൾ കണ്ടതാണ്. ഏതായാലും അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ലോറി ഉടമ മനാഫ് പറഞ്ഞ കാര്യങ്ങൾ ശരിവെക്കുന്ന വിധത്തിൽ കർണാടക ധർമ്മസ്ഥലയിൽ കൂട്ടക്കുരുതി നടന്നിട്ടുണ്ട് എന്നതിനെ ശരിവെക്കുന്ന ഏതാനും ചില തെളിവുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. തീർച്ചയായും വരും ദിവസങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും കുഴിച്ച് മണ്ണെടുത്ത് പരിശോധിക്കേണ്ടതായിട്ട് വരും. ആ വരും ദിവസങ്ങളിൽ ഇനിയും ഒരുപാട് ശവശരീരങ്ങൾ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് മനാഫ് പറഞ്ഞ് ശരിവെക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ വന്ന ഈ ഒരു വാർത്ത മനാഫിന് ഏറെ ആശ്വാസകരമാണ് എന്നുള്ളതാണ്. മലയാളത്തിലെ എന്നല്ല കർണാടകത്തിലെ ഒട്ടുമിക്ക എല്ലാ മാധ്യമങ്ങളും ആ വാർത്ത വളരെ ഫ്ലാഷ് ന്യൂസ് ആയിട്ട് തന്നെ കൊടുക്കുന്നതും നമ്മൾ കണ്ടു. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ അതിൻ്റെ എല്ലാവിധ വിവരങ്ങളും അതുപോലെ തന്നെ അന്വേഷണങ്ങളും പുറത്തു കൊണ്ടുവരാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.